കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ദൃശ്യ പത്രമാധ്യമങ്ങളിലെ പ്രധാന വാർത്ത എന്ന് പറയുന്നത് പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദമാണ്. കന്യാസ്ത്രീകൾ ശിരോവസ്ത്രം ധരിക്കുന്നതുകൊണ്ട് കുട്ടികൾക്കും അത് അനുവദിക്കണമെന്ന് പറയുന്നത്, ക്രിസ്ത്യൻ പുരോഹിതർ ലോഹ ധരിക്കുന്നതുകൊണ്ട് അവരുടെ മേലധികാരികളായ സ്കൂളുകളിലെ കുട്ടികൾക്ക് ലോഹ ധരിക്കാൻ അനുമതി കൊടുക്കണമെന്നൊക്കെ പറയുന്നത് പോലെ അങ്ങേയറ്റം ബാലിശമായ ന്യായീകരണങ്ങളാണ്. എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അഥവാ അനിവാര്യമായ മതപരമായ ആചാരം എന്നൊരു നിയമം ഉണ്ടെന്ന് അറിയാമോ? ഇവിടെ വിദ്യാർത്ഥി ധരിക്കുന്നത് അക്കാദമിക് സമത്വം ലക്ഷ്യമിട്ടുള്ള പൊതു യൂണിഫോമാണ്. പക്ഷെ കന്യാസ്ത്രീകൾ ധരിക്കുന്നത് അവരുടെ ഔദ്യോഗിക പദവിയുമായി ബന്ധപ്പെട്ട സ്ഥാപനപരമായ യൂണിഫോമാണ്. ഇത് രണ്ടും രണ്ടാണ്. കൃത്യവും ഒപ്പം നിയമപരവുമായ വേർതിരിവുള്ള ഒരു കാര്യത്തെ സംഘബലം കൊണ്ട് ചോദ്യം ചെയ്യുന്നത് അനീതിയല്ലേ? മറ്റൊരു താരതമ്യം എന്ന് പറയുന്നത് സിഖ് തലപ്പാവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സിഖ് തലപ്പാവിനുള്ള ഇളവിനെ ഹിജാബുമായി താരതമ്യം ചെയ്യുന്നത് നിയമപരമായി തന്നെ നിലനിൽക്കുന്നതല്ല. സിഖ് തലപ്പാവ് അവരുടെ മതത്തിലെ അനിവാര്യമായ മതപരമായ ആചാരമായി നിയമപരമായി തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ ഹിജാബ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ കർണാടക ഹൈക്കോടതി ഉൾപ്പെടെയുള്ള കോടതികൾ വിവിധ കേസുകളുമായി ബന്ധപ്പെട്ട് സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഫാത്തിമ തസ്നീം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന 2018 കേസിൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ വ്യക്തിഗത അവകാശം ഒരു സ്ഥാപനത്തിന്റെ കൂട്ടായ അവകാശങ്ങൾക്കും അച്ചടക്കത്തിനു മുകളിൽ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ലെന്നും കേരള ഹൈക്കോടതി തീർപ്പ് കൽപ്പിച്ചതും യൂണിഫോം നിശ്ചയിക്കാനുള്ള അധികാരം സ്ഥാപനത്തിനാണെന്ന് കോടതി നിരീക്ഷിച്ചതുമാണ്. കർണാടക ഹൈക്കോടതിയുടെ ഹിജാബ് സംബന്ധിച്ച 2022 വിധി ഹിജാബ് അനിവാര്യമായ മതപരമായ ആചാരമല്ല എന്ന് വിലയിരുത്തിക്കൊണ്ട് യൂണിഫോം നയത്തിന് മുൻഗണന നൽകിയിട്ടുണ്ട്. ഈ പറഞ്ഞ കോടതി വിധികളിലൂടെ വ്യക്തമാകുന്നത്, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വിദ്യാർത്ഥി പ്രവേശിക്കുമ്പോൾ പ്രസ്തുത വിദ്യാർത്ഥി സ്ഥാപനപരമായ അച്ചടക്കത്തിനും പൊതു നിയമങ്ങൾക്കും വിധേയനാണ് എന്നുള്ളതാണ്. യൂണിഫോം ഇളവ് നൽകിയാൽ അത് മറ്റ് മതവിഭാഗങ്ങളുടെ ആവശ്യങ്ങൾക്ക് വഴി തുറക്കുകയും സ്കൂളിലെ അച്ചടക്കത്തെയും മതനിരപേക്ഷമായ വിദ്യാഭ്യാസ അന്തരീക്ഷത്തെയും തകർക്കുകയും ചെയ്യുമെന്നതും യാഥാർത്ഥ്യമായതുകൊണ്ട് സ്കൂൾ മാനേജ്മെന്റിന്റെ ഇക്കാര്യത്തിലുള്ള തീരുമാനം നിയമപരമായി തന്നെ ശരിയെന്ന് വേണം കരുതാൻ. ആവർത്തിക്കപ്പെടുന്ന ഇത്തരം സംഭവങ്ങൾ യാദൃശ്ചികമായി ഉണ്ടാകുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. തികഞ്ഞ ആസൂത്രണത്തിന്റെ മറവിൽ നടത്തപ്പെടുന്ന ഇത്തരം ധ്രുവീകരണങ്ങളെ മുളയിലേ നുള്ളുക എന്നത് തന്നെയാണ് പ്രാഥമിക പോംവഴി. അതിനപ്പുറം വർഗീയ ചേരിതിരിവുണ്ടാക്കി കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്ന അഭ്യുദയകാംക്ഷികളുടെ ഗണത്തിൽ ഭരണ നിർവഹണ ചുമതലയിലുള്ളവർ പോലും ഉള്ളതിന്റെ കപടത കേരള സമൂഹം തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ശ്രമങ്ങൾ കേരള സമൂഹം അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുമെന്ന ശുഭാപ്തി വിശ്വാസവുമുണ്ട്. ഇവിടെ തെളിഞ്ഞു വരേണ്ടത് സ്കൂൾ വിദ്യാർത്ഥികളുടെ യൂണിഫോം എന്ന തുല്യതയിലേക്കും സമത്വത്തിലേക്കുമുള്ള പാതയാണ്. ജാതിയുടെയും മതത്തിന്റെയും സാമ്പത്തിക ഉച്ചനീചത്വങ്ങളുടെയും അതിർവരമ്പുകളെ ഭേദിക്കുന്ന തുല്യതയുടെ പ്രായോഗികത തന്നെയാണ് യൂണിഫോം എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാക്കൾ സ്വപ്നം കണ്ടത്. അതുകൊണ്ട് തന്നെ നൈമിഷികമായ വൈകാരികതയ്ക്കപ്പുറം നമ്മുടെ നാട് പാരമ്പര്യമായി ആർജിച്ചെടുത്ത മതസൗഹാർദ്ദത്തിന്റെ കണ്ണികളെ വിളക്കി ചേർക്കേണ്ട ബാധ്യതയാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. അതിന് തന്നെയാണ് മാനേജ്മെന്റും PTA വിദ്യാർത്ഥികളും പൊതുസമൂഹവും പ്രാമുഖ്യം നൽകേണ്ടത്.